വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ചേച്ചിയമ്മയുടെ കാര്യം പറയുമ്പോൾ നീ എന്താ ചേച്ചിയമ്മയെന്നും ശാലിനിയുടെ പേരും പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് നോക്കുകയാണോ, അവളെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഞാനങ്ങോട്ട് ഇറക്കി വിടാൻ പോവുകയാണ് എന്നിങ്ങനെ പപ്പിയോട് പറയുകയാണ്. തുടർന്ന് ശ്യാമയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, നിന്നെയും നിൻ്റെ കൊച്ചിനെയും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. നിൻ്റെ ഈ കൊച്ചിനെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ കാലേ വാരി നിലത്തങ്ങോട്ട് കുടഞ്ഞു നിന്നിരിക്കും. നിനക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കണ്ണും മേഴിച്ച് ഈ മച്ചിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നിനക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിനക്കുള്ളത് കൂടി ഈ കൊച്ചിനിട്ടായിരിക്കും കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ശാലിനിക്കാണെങ്കിൽ ഈ വീട്ടിലോട്ട് കയറി വരാനും സാധിക്കില്ല, അത് നിനക്കറിയാമല്ലോ. ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ എന്നോട് ആരും ചോദിക്കാനായിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് തകർത്തങ്ങ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ പപ്പിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്നും പിന്നെ എന്താടി കണ്ണും മേടിച്ച് നോക്കുന്നത് എന്നൊക്കെ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. തിരിഞ്ഞ് വീണ്ടും പപ്പിയോട് ചോദിക്കുകയാണ്, കണ്ണും തുറിച്ച് നോക്കുന്നത് കണ്ടില്ലേ, കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുമെന്നും പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ ഉണ്ട്, വിരൽ ഇങ്ങനെ ഉണ്ടോയെന്ന് കണ്ണിന് നേരെ വരുമ്പോൾ പപ്പിയങ്ങ് ആകെ പേടിച്ചങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് വീണ്ടും കുറേയൊക്കെ വഴക്ക് പറഞ്ഞിട്ട് ശാലിനിയല്ല കാർത്തിക ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് അവിടെ നിന്ന് അങ്ങ് വെളിയിലേക്ക് പോവുകയാണ്. അന്നേരം ശ്യാമയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ട്, പപ്പിക്കും അങ്ങ് ആകെ സങ്കടമാവുകയാണ്. പപ്പി ചോദിക്കുകയാണ്, പറയമ്മേ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുവോ, പപ്പിയമ്മയുടെ കണ്ണ് കുത്തി പൊട്ടിക്കുവോ, പറയമ്മയെന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ച് ഇങ്ങനെ കുലുക്കുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ സംസാരിക്കാനോ എഴുന്നേക്കാനോ യാതൊരു നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ശ്യാമ വിഷമിച്ച് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ വിഷമമാണെങ്കിൽ ശ്യാമ അങ്ങ് സഹിക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് പോകുന്ന പപ്പിയാണെങ്കിൽ അങ്ങ് ചിന്തിക്കുകയാണ്, കാർത്തിക ആൻറ്റിയെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മയെ വീണ്ടും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിഷ്ണുവച്ചനുമായിട്ടുള്ള കല്യാണം നടന്നാൽ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. കല്യാണം മുടക്കാനായിട്ട് എന്താണ് ഒരു വഴി എന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് മാറിപ്പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. അന്നേരം ഇനി എങ്ങോട്ടാ പോവുക, ആരും കാണാതെ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? എന്തായാലും ഒരു കുഞ്ഞിനെ കാണാതായാലും കല്യാണം നടത്താൻ നോക്കുമോ, അവർ കുഞ്ഞിനെ അന്വേഷിക്കുമോ? എന്തായാലും കുഞ്ഞിനെയല്ലേ അന്വേഷിക്കുകയുള്ളൂ. അങ്ങനെ ഈ കല്യാണം മുടക്കും. കല്യാണം മുടങ്ങിയാൽ കാർത്തിക ആൻറ്റിക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അതേസമയം കാർത്തികയാണെങ്കിൽ ആ മുകളിലെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ തൻ്റെ സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് ആരും കാണാതെ വരികയാണ്. എന്നിട്ട് കസേരയൊക്കെ നീക്കിയിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ കുറ്റി ഇളക്കിയതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം മുകളിൽ നിൽക്കുന്ന കാർത്തിക കാണുകയാണ്. പപ്പിയാണല്ലോ, ഇവളിതെന്താ ചെയ്യുന്നത്, ബാഗൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് കാർത്തിക ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തിരിഞ്ഞ് വീടിനെ തന്നെ നോക്കുകയാണ്. ഞാൻ പോവുകയാണ്, ഇനി നമ്മൾ കാണില്ല കേട്ടോ, ടാറ്റ എന്ന് പറഞ്ഞിട്ട് വീടിനെ നോക്കിയാണ് പറയുന്നത്. എന്നിട്ട് ഈ കുട്ടി അങ്ങ് നടന്ന് ഗേറ്റിൻ്റെ വെളിയിലേക്ക് അങ്ങ് പോവുകയാണ്. അന്നേരം കാർത്തിക പറയുകയാണ്, ഓ അപ്പോൾ അവൾ വീട് വിട്ടു പോവുകയാണല്ലേ, അസാമാന്യ ധൈര്യം തന്നെ. പോട്ടെ, ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയാൽ രക്ഷപ്പെട്ടു, അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിൽ കാർത്തിക ഇരിക്കുകയാണ്. തുടർന്നും കാർത്തികയങ്ങ് മനക്കോട്ട കെട്ടുകയാണ്. അങ്ങനെ ഒരു ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി, ഇനിയും ഒരുപാട് ശല്യങ്ങളുണ്ട്. അവസാനം അമ്മ മഹാറാണിയെ കൂടി ഒഴിപ്പിക്കണം, എന്നാലേ എനിക്ക് ഇവിടുത്തെ ഭരണം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വീട് ജയിലല്ലേ, ജയിൽ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചങ്ങ് തകർക്കുകയാണ് ഈ കാർത്തിക. സത്യഭാമയുടെ ദുർഗുണ പരിഹാര പാഠശാലയല്ലേ, അവിടെ ആർക്കും മിണ്ടാനായിട്ട് അവകാശമില്ലല്ലോ, ജയിലല്ലേ ജയില്, അവിടെ ഒരാൾക്ക് മാത്രം മിണ്ടാം സത്യഭാമയ്ക്ക്. എന്തായാലും നാളത്തെ ഓട്ടത്തിനുള്ള വക ആ കൊച്ചായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കാം, എന്നെ പിന്നെ സങ്കടപ്പെടുത്തുന്നവർക്ക് ഇത് തന്നെയാണ് വിധി എന്നൊക്കെ പറഞ്ഞ് ഈ കാർത്തികയങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ നേരെ കുടുംബശ്രീ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. റോഡേ നടന്ന് വീട്ടിലേക്ക് തന്നെ എത്തുന്നതാണ് കാണിക്കുന്നത്, വഴിയിൽ വേറൊന്നും കാണിക്കുന്നില്ല. തുടർന്ന് വരുമ്പോൾ വീടിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അന്നേരം ഭാഗ്യം, മുൻവശത്ത് ആരുമില്ല. ഇപ്പോൾ സത്യ എന്തായാലും പഠിക്കുകയായിരിക്കും. ഇനി ചേച്ചിയമ്മ സത്യയുടെ അടുത്ത് കാണോ, ചിലപ്പോൾ കാണില്ല. ചേച്ചിയമ്മയ്ക്ക് ഫയലൊക്കെ ഒരുപാട് രാത്രി നോക്കാനില്ലേ, അതുകൊണ്ട് പഠിപ്പിക്കാൻ സമയം കിട്ടില്ല എന്നാണ് സത്യ പറയാറുള്ളത്. എന്തായാലും അവിടേക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ശാലിനിയുടെ കാറ് വരികയാണ്, വണ്ടി വരുന്നുണ്ട്. അന്നേരം ഈ ഒരു കാറ് വരുന്നല്ലോ എന്നും പറഞ്ഞ് ഹോട്ടലിൻ്റെ സൈഡിലേക്ക് പപ്പി പെട്ടെന്ന് പോയി ഒളിക്കുകയാണ്. തുടർന്ന് ശാലിനി രാമേട്ടൻ ഇറങ്ങിയിട്ട് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. അന്നേരം പപ്പി അങ്ങ് പേടിക്കുകയാണ്, ഈശ്വര ചേച്ചിയമ്മ എന്നെ കാണല്ലേ, കണ്ടാൽ അമ്മയെ ഉടനെ തന്നെ വിളിച്ച് പറയും, പിന്നെ സത്യാമ്മ എന്നെ പൊതിരെ തല്ലും എന്നും പറഞ്ഞ് ഈ കുട്ടി അങ്ങ് പേടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ശാലിനിയെ ഫോണും വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചിരിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ച ശേഷം രാമേട്ടൻ്റെ കയ്യിൽ നിന്നും ഫയലൊക്കെ വാങ്ങിയ ശേഷം നാളത്തെ പ്രോഗ്രാം ചാർട്ടൊക്കെ പറയുകയാണ്, 8 മണിക്ക് എത്തണം, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് പപ്പിയോട് പേടിച്ചാണെങ്കിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ പപ്പിയുടെ കൈ തട്ടി ഒരു പാത്രം അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വീഴുകയാണ്. ശബ്ദം കേട്ട് രാമേട്ടനും പിന്നെ ശാലിനി അങ്ങോട്ടത്തേക്ക് നോക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടത്, ഞാൻ പോയി നോക്കാമെന്ന് രാമേട്ടൻ പറയുമ്പോൾ വേണ്ട, വല്ല പട്ടിയോ പൂച്ചയോ മറ്റേ ആയിരിക്കും, രാമേട്ടൻ പൊയ്ക്കോ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം രാമേട്ടനാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പപ്പിക്ക് അങ്ങ് ആശ്വാസമാവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് അവിടെ ശാരദാമ്മ കഥ തുറക്കുമ്പോൾ ശാലിനി അങ്ങ് അകത്തേക്കും കയറുന്നുണ്ട്.
തുടർന്ന് അവിടെ നിന്ന് വീണ്ടും അങ്ങ് ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന പപ്പിയാണെങ്കിൽ സത്യ എവിടെയായിരിക്കും എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ അടുക്കള സൈഡിൽ ഇരിക്കുന്ന ശാരദാമ്മയെ കാണുകയാണ്. അയ്യോ ശാരദാമ്മ എന്നും പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചെല്ലുമ്പോൾ സത്യയുടെ റൂം കാണുന്നുണ്ട്. ജനലിൽ കൂടെ നോക്കുമ്പോൾ സത്യ എവിടെ നിന്ന് പഠിക്കുന്ന കാണുകയാണ്. അന്നേരം സത്യ എന്ന് വിളിക്കുമ്പോൾ പപ്പി നീ എന്താ ഇവിടെ എന്ന് പറയുകയാണ്. അന്നേരം ശബ്ദമുണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ജനലിനടുത്തേക്ക് സത്യ വരികയാണ്. അന്നേരം നീ എന്താ രാത്രി ഇവിടെയും ചോദിക്കുമ്പോൾ അവിടെ വിഷ്ണുവച്ചൻ്റെയും ആ ആൻറ്റിയുടെയും കല്യാണം നടത്താനായിട്ട് സത്യാമ്മ നോക്കുകയാണ്. അത് മുടക്കാനായിട്ട് ഞാൻ ഒരു വഴിയും കണ്ടില്ല, അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അമ്മയെ ആരെയും വിളിക്കണ്ട, എന്നെ കാണാതായാലും അവർ അന്വേഷിക്കാൻ തുടങ്ങും, അപ്പോൾ കല്യാണമൊക്കെ മുടങ്ങും, ഞാൻ വന്നത് സത്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ ഈ റൂമിലേക്ക് എങ്ങനെ നിന്നെ കയറ്റുമെന്ന് ആലോചിച്ചിട്ട് ആ ഒരു വഴിയുണ്ട്, അവിടെ നിൽക്കുമെന്ന് പറയുകയാണ്. സത്യ പറയുന്നുണ്ട്. അന്നേരം പപ്പി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ശാരദാമ്മ ശാലിനിക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം എടുത്ത് വയ്ക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ചായം കുടിച്ചുകൊണ്ട് അവിടെ ഹാളിൽ തന്നെ സെറ്റിയിൽ ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് സത്യമാണെങ്കിൽ ശാലിനി കാണുന്നുണ്ട്, വന്ന് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പതുക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ എവിടെ പോകുകയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പഠിച്ചൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ രാത്രി എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പെൻസിൽ ജനലിൽ കൂടി വെളിയിൽ വീണു, അത് എടുക്കാൻ പോവുകയാണ്. അന്നേരം പെൻസിൽ എങ്ങനെ പറന്ന് വീണോന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അതമ്മേ ഞാൻ ജനലിൻ്റെ അവിടെ ചെന്നിട്ട് പെൻസിലിൻ്റെ മുനെ വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ അങ്ങ് വീണതാണെന്ന് പറയുന്നുണ്ട്. സോറി അമ്മേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശരി എങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി എണീക്കുകയാണ്. അന്നേരം അമ്മ പോകണ്ട എന്നിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ പോയാൽ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ അങ്ങനെ പറഞ്ഞത് രാത്രി ആയതുകൊണ്ട് എനിക്ക് പേടിയാവും, സത്യമോൾക്ക് പേടിയാവും, അതുകൊണ്ട് എടുക്കണ്ട എന്നല്ലേ പറഞ്ഞത്. ഈ സത്യമോൾ ആരാ? കളക്ടറുടെ മോളാണ്. പിന്നെ അമ്മ നോക്കിക്കോ, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോയി എടുത്തുകൊണ്ട് വരുമെന്നിങ്ങനെ ഗമയിലൊക്കെ പറയുകയാണ്. ശാലിനി അതങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അന്നേരം ആണോ എനിക്ക് പോയി എടുത്തിട്ട് വന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സത്യമാണെങ്കിൽ ഓടിഞ്ഞ് പപ്പിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ പോയി പൈപ്പ് തുറന്നിട്ട് വരാമെന്ന് പറയുകയാണ്. അന്നേരം അതെന്തിനാ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സത്യ ഓടുകയാണ്. തുടർന്ന് സത്യമാണെങ്കിൽ അടുക്കള വശത്തെ പൈപ്പ് തുറന്നിട്ടിട്ട് ഓടി ശാലിനി അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മേതേ അവിടുത്തെ പുറത്തെ പൈപ്പ് തുറന്നു കിടക്കുന്നു എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ അതും കൂടി അടച്ചിട്ട് വന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. അന്നേരം നേരത്തെ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് പോയല്ലോ, കളക്ടറുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് ആ വശത്ത് ഭയങ്കര ഇരുട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് പേടിയുന്നത്. അന്നേരം ശരി എങ്കിൽ ഞാൻ പോയി അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറങ്ങി അടുക്കള വശത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് സത്യ പെട്ടെന്ന് ഓടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഓടിപ്പോയി പപ്പിയുടെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ ശാലിനിയെ തിരിച്ച് വരുന്ന സമയത്തിനകത്ത് വെച്ച് പപ്പിയെ പിടിച്ചകത്ത് കയറി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി ഇനി പൈപ്പ് അടച്ചിട്ട് അകത്തേക്ക് വന്നിരിക്കുന്നത്. തുടർന്ന് രക്ഷപ്പെട്ടു എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, എന്നാലും പപ്പി നിൻ്റെ ധൈര്യം സമ്മതിക്കണം, ഈ ബാഗിനകത്ത് എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഉടുപ്പാണ്, പിന്നെ പൈസയുണ്ട് എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. മാഡം ഹർഷനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടി അറിയിക്കണമെന്ന് പറഞ്ഞില്ലേ, ആളിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്, ആൾ കുറച്ചങ്ങ് ദൂരെയാണ്, കാലിഫോർണിയയിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ഹർഷൻ സ്ഥലത്തില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, ഇതൊക്കെ എങ്ങനെ കിട്ടിയും ചോദിക്കുകയാണ്. അന്നേരം കൂട്ട് ജില്ലാ കളക്ടറുടെ കൂടെ അല്ലേ, അപ്പോൾ പിന്നെ വഴിക്കാണോ പഞ്ഞം എന്നിങ്ങനെ അനുപല്ലവി തിരിച്ച് ചോദിക്കുമ്പോൾ ഗുഡ് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ ഈ ഹർഷനാണെങ്കിൽ ആളൊരു മുങ്ങൽ വിദഗ്ധനാണ്. നമ്മുടെ ഏർപ്പെടുത്തിയ ആൾ അവിടെ ചെന്നപ്പോഴേക്കും ആൾ അവിടെ നിന്ന് മുങ്ങി. പക്ഷേ ആ ആൾ അന്വേഷണം മതിയാക്കിയിട്ടില്ല. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കും, അപ്പോൾ ഞാൻ മാഡത്തെ അറിയിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിന്നെ പണം മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആ ഭാഗ്യം കാർത്തികയുടെ കൂടെയാണ്, അല്ലെങ്കിൽ പിന്നെ സത്യാമ്മയുടെ പെറ്റായിട്ട് കാർത്തിക പെട്ടെന്ന് മാറില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നമ്മളെന്നാലും അന്വേഷണം മതിയാക്കുന്നില്ലല്ലോ, നമ്മൾ തുടരുക തന്നെ ചെയ്യും, അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ അനുപല്ലവി പറഞ്ഞ് തിരിച്ച് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് റൂമിൽ സത്യയാണെങ്കിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്നുണ്ട്, പപ്പിയാണെങ്കിൽ കട്ടിലിരിക്കുകയാണ്. അന്നേരം റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു. സത്യ ഇവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്, പേടിയാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പേടിയൊന്നും ആവില്ല, ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് കിടന്ന് ശീലമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പപ്പി ആദ്യമായിട്ടല്ലേ അമ്മയെ വിട്ട് നിൽക്കുന്നത്, സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ട് ഞാൻ സങ്കടം കടിച്ചമർത്തുകയാണ്, പിന്നീട് അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ സത്യ പറയുന്നുണ്ട്, പകലൊന്നും ആ ജനലിൻ്റെ സൈഡിലേക്ക് പോങ്ങി നിൽക്കല്ലേ, ആരെങ്കിലുമൊക്കെ കാണും, പിന്നെ ഇനിയിപ്പോൾ കള്ളങ്ങൾ പറഞ്ഞ് ഒപ്പിക്കാനാണ് പാട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പകൽ നമുക്ക് ജനലൊക്കെ അടച്ചിടാം, പിന്നെ സത്യം എപ്പോഴും റൂമിലിരുന്നാൽ ആരെങ്കിലും ചോദിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹോംവർക്കിൻ്റെ കാര്യമൊക്കെ പറയാം, പിന്നെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ എളുപ്പം മനസ്സിലാവും എന്നൊക്കെ പറയാമെന്ന് പറയുകയാണ്.
അന്നേരം പപ്പി ചോദിക്കുന്നുണ്ട്, കള്ളം നുണ പറയരുതെന്നല്ലേ പറയുന്നത്, പക്ഷേ ഇതിപ്പോൾ ഒരുപാട് കള്ളങ്ങളാണല്ലോ പറയുന്നതെന്ന്. അന്നേരം ഇഷ്ടപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടി 1-2 കള്ളങ്ങളൊക്കെ പറയാം, അതൊന്നും കുഴപ്പമില്ല പപ്പി എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം ബിഗ് ഫ്രണ്ടിനെ ഒരുപാട് ഇഷ്ടമാണോ സത്യക്കെന്ന് പപ്പി ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, പക്ഷേ സ്വപ്നത്തിൽ കാണുന്ന അച്ഛൻ്റെ മുഖം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ബിഗ് ഫ്രണ്ടിനെയാണ് ഓർമ്മ വരുന്നത് എന്നിങ്ങനെ കുട്ടി സന്തോഷത്തോടെ പറയുമ്പോൾ പപ്പിക്ക് ആകെ അങ്ങ് വിഷമാവുകയാണ്. പപ്പി ആലോചിക്കുന്നുണ്ട് ശാലിനിയോട് കയ്യിൽ സത്യം ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പപ്പി പറയുകയാണ്, നിന്നോട് എനിക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ട്, പക്ഷേ ചേച്ചിയമ്മയുടെ കൈ പിടിച്ച് സത്യം ചെയ്തു പോയില്ലേ, വൈകാതെ നീ എല്ലാ സത്യങ്ങളും തിരിച്ചറിയും സത്യം എന്നിങ്ങനെ മനസ്സിൽ മുഖം അങ്ങ് വാടുകയാണ് പപ്പിയുടെ. അന്നേരം എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം മുടങ്ങിയതെന്നറിയുമ്പോൾ വിഷ്ണുവച്ചന് വലിയ സന്തോഷമാവുമല്ലേ എന്നിങ്ങനെ പപ്പി തിരിച്ച് ചോദിക്കുമ്പോൾ അതെ, നമ്മൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ തരും എന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. അവരങ്ങനെ ചിരിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പൊന്നിയാണെങ്കിൽ പപ്പിമോളെ തിരക്കുന്നുണ്ട്. റൂമിലൊന്നും കാണാത്തത് കൊണ്ട് മുറ്റത്തേക്ക് വന്നിട്ട് പപ്പിമോളെ എന്നിങ്ങനെ ചുറ്റും നോക്കി വിളിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നാളെ പിറ്റേന്നൊക്കെ ആകുമ്പോൾ പപ്പിയെ ഇനി കണ്ടുപിടിക്കുമോ, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഹർഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മുന്നോട്ട് പോകും. സത്യഭാമ മോതിരമൊക്കെ പണിയിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. കല്യാണ എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. ഓക്കെ, കാണാം. റിവ്യൂ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്